മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിൽ ഒരു നിർമ്മാണം നടക്കുന്നുണ്ട്. പല ആളുകൾ എന്നോട് പറഞ്ഞു അതൊരു വല്ലാത്തൊരു നിർമ്മാണമാണ്, ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മഞ്ചേരി മുനിസിപ്പാലിറ്റി എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന് തെറ്റുകുറ്റങ്ങൾ കാണുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ തന്നെ പറയണം എന്ന് പറഞ്ഞു. നീ എന്നാൽ അവിടെ പോയി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി നോക്കിയപ്പോൾ ഒരു ഫ്ലക്സും കണ്ടു. ഈ ഫ്ലക്സ് കണ്ടപ്പോൾ സത്യത്തിൽ പറയാം, ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു കേട്ടോ. മഞ്ചേരി ഈ ബോയ്സ് ഏകദേശം 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതിന്റെ കമാനത്തിനോട് തൊട്ട് ചാരി തോട് പോകുന്നുണ്ട്. ആ തോടിന്റെ മുകളിൽ ഈ ഫ്ലക്സ് വായിച്ചപ്പോഴാണ് അന്തം വിട്ടത്. ഒരു പൊതു കക്കൂസ് പണിയാണല്ലോ. 2000 കുട്ടികളും അവരുടെ അധ്യാപകരും മൂക്ക് പൊത്തി അവിടെ നിൽക്കേണ്ടി വരില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. സ്കൂളിലൊക്കെ ചാരി ഒരു പബ്ലിക് ലൈബ്രറി, കുട്ടികൾക്ക് പഠിക്കാവുന്ന അല്ലെങ്കിൽ മാതൃകയാക്കുന്ന കാര്യങ്ങളല്ല സ്കൂളിന് തൊട്ട് ചാരി നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ അവിടെ, നമുക്കറിയാം മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ പല കക്കൂസുകളിലും 1 കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് അതിൻ്റെ സ്മെല്ലടിക്കും. ഈ കുട്ടികൾ പഠിക്കുന്ന ഈ 2000 കുട്ടികൾ പഠിക്കുന്ന അധ്യാപകരാക്കുന്ന കാലത്ത് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ? നിങ്ങൾക്ക് വിദ്യാഭ്യാസമൊക്കെ എല്ലാ മനുഷ്യന്മാരല്ലേ? നിങ്ങളല്ലേ മഞ്ചേരി മുനിസിപ്പാലിറ്റി മാതൃക കാണിക്കേണ്ട മനുഷ്യന്മാർ. ഈ കുട്ടികൾ വളരെ മോശമായിട്ടോ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി. ഇവിടെ നിങ്ങളെ കുട്ടികൾക്ക് ഒരു പബ്ലിക് ലൈബ്രറിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കി അവിടെ. അല്ലാതെ ഈ പൊതു കക്കൂസ് ഉണ്ടാക്കല്. ഈ പൊതു കക്കൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഈ പൊതു കക്കൂസിന്റെ ചുറ്റുവട്ടത്തൊക്കെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെയാണ്. ഇത്ര 2000 കുട്ടികളില്ലേ, അവിടുത്തെ PTA ഇതെന്ന് അറിഞ്ഞിട്ടില്ലേ? ഞാൻ മനസ്സിലാക്കുന്ന മഞ്ചേരി മുനിസിപ്പാലിറ്റി ഒരു കാരണവശാലും ഒരു പൊതു കക്കൂസ് അവിടെ പണിയാൻ സാധ്യത ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം മനുഷ്യന്മാരെ വിലയിരുത്തില്ലേ, നമ്മുടെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയെ വിലയിരുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്, നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പോരായ്മകൾ ഉണ്ടായിരിക്കാം, ആ പോരായ്മ നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനൊരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ചെയ്യും എന്ന് ഞാൻ ഇന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ട് ചാരി ഇങ്ങനെ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പിന്തിരിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി പറയാനുള്ളത്. കാരണം ഈ കമാനത്തിന് തൊട്ട് ചാരി അങ്ങനെ ഒരു പൊതു കക്കൂസുകൾ പണിത് കഴിഞ്ഞാൽ അവിടുത്തെ അധ്യാപകരും 2000 കുട്ടികളും മൂക്കും പൊത്തി നിൽക്കേണ്ട അവസ്ഥ വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി അങ്ങനെ ഒരു തെറ്റിലേക്ക് പോവില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു നിർമ്മാണം മറ്റുള്ള നല്ല ലൈബ്രറിയോ മറ്റുള്ള ആവശ്യങ്ങൾ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി.